നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ ഇന്ന് ഈ രൂപത്തിലേക്ക് മടങ്ങിയെത്തിയതിന് നന്ദി പറയേണ്ടത് ചാവി ഹെർണാണ്ടസിനോടാണ്. യെസ്, റോബർട്ട് ലെവൻഡോസ്കി പറയുകയാണ്. ഹൻസി ഫ്ലിക്കിന് കീഴിൽ ചാവിയെ സാക്ക് ചെയ്തിട്ട് ഹൻസി ഫ്ലിക്കിന് കീഴിലാണ് പിന്നെ ബാഴ്സലോണ ഈ മികവിലേക്ക് തിരികെ എത്തിയത്. പക്ഷേ അതിനടിത്തറയിട്ടത്, ഈ മാറ്റത്തിന് അടിത്തറയിട്ടത് ചാവി ഹെർണാണ്ടസ് ആണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് റോബർട്ട് ലെവൻഡോസ്കി. ലെവൻഡോസ്കിയുടെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, ചാവി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൽ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം ഒരു ഗ്രേറ്റ് കോച്ചാണ്. അങ്ങനെ ഗ്രേറ്റ് കോച്ചായി മാറാനുള്ള സംതിങ് സ്പെഷ്യൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, നമുക്ക് കാണാം. ചാവി എന്താണ് ഈ ക്ലബിന് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ, ഡിഫിക്കൽട്ട് പീരീഡിൽ അദ്ദേഹം റിമാർക്കബിൾ ആയിട്ടുള്ള വർക്കാണ് ചെയ്തത്. ചിലപ്പോൾ ആളുകൾ അത് മനസ്സിലാക്കില്ല, അതിനെ അപ്രീസിയേറ്റ് ചെയ്യില്ല. പക്ഷേ അദ്ദേഹം ഈ ക്ലബിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് നന്ദി പറയണം. ബാഴ്സ ഇപ്പോൾ ഈ നിലവാരത്തിലേക്ക് എത്തിയതിന്, ഈ പ്ലേസിലേക്ക് എത്തിയതിന് അദ്ദേഹത്തോടാണ് നന്ദി പറയുന്നത്. താങ്ക്സ് ടു ഹിം ബാഴ്സലോണ ഈസ് നൗ ഇൻ ദി പ്ലേസ് വെയർ വി ആർ എന്നാണ് ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി പറയുന്നത്. വളരെ കൃത്യമാണ്. ലെവൻഡോസ്കി പറയുന്നു, ഈ ഒരു മാറ്റങ്ങൾക്കൊക്കെ അടിത്തറയിട്ടത് തീർച്ചയായിട്ടും ചാവി ഹെർണാണ്ടസ് ആണ് എന്ന് തന്നെയാണ് റോബർട്ട് ലെവൻഡോസ്കി പറയുന്നത്. ഏതായാലും ഇനിയിപ്പോൾ പോയ സീസണിൽ കിരീടം ചൂടിയിട്ടുണ്ടല്ലോ ലലീഗയിലും മറ്റ് ഡൊമസ്റ്റിക് ടൂർണമെൻറ്റുകളിലൊക്കെ. ഇത്തവണ UEFA ചാമ്പ്യൻസ് ലീഗിൽ കൂടി കിരീടത്തിലേക്ക് കൊണ്ടുപോകാൻ ഹൻസി ഫ്ലിക്കിന് കഴിയുമെന്നുള്ളതാണ് ചോദ്യം. അതിൽ ഈ സീസണിൽ ഹൻസി ഫ്ലിക്കിൻ്റെ പ്ലാനിൽ റോബർട്ട് ലെവൻഡോസ്കിക്ക് എത്ര സ്ഥാനമുണ്ട് എന്നുള്ളതും കണ്ടറിയണം. കാരണം ബാഴ്സലോണ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലേക്ക് കടക്കുകയാണ്. അവരുടെ പ്രധാന സ്ട്രൈക്കറായിട്ട് വരും സീസണിൽ ലെവൻഡോസ്കി ഉണ്ടായേക്കില്ല എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.